പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം 2026 നടക്കാനായിട്ട് പോകുന്ന ഫിഫ വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ മത്സരമാണ് നിലവിൽ നടന്നു വരുന്നത്. എന്തായാലും അർജന്റീന കഴിഞ്ഞ മത്സരത്തിൽ ചിലയെ എതിരില്ലാത്ത ഒരു ഗോളിന് തകർത്തിരുന്നു. അൽവാരസ് ആയിരുന്നു ആ മത്സരത്തിൽ വിജയ ഗോൾ അർജന്റീനയ്ക്കായി നേടിയെടുത്തത്. കൂടാതെ സൂപ്പർ താരങ്ങളൊന്നും ഇല്ലാതെയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ അർജന്റീന ഇറങ്ങിയത്. കൂടുതലും യുവതാരങ്ങൾക്കായിരുന്നു അർജന്റീന അവസരം കൊടുത്തത് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. എന്തായാലും മെസ്സി അടക്കമുള്ള താരങ്ങളൊന്നും കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നില്ല. പകരക്കാരായിട്ടായിരുന്നു മെസ്സി അടക്കമുള്ള സൂപ്പർ താരങ്ങൾ ഇറങ്ങിയത്. എന്നാൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ എന്തായാലും ലിയോണൽ മെസ്സി അടക്കമുള്ള താരങ്ങൾ ആദ്യ ലെവലിലേക്ക് കടന്നു വരുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ സമയം നാളെ രാവിലെ 5:30-ക്കാണ് ഇപ്പോൾ അർജന്റീനയുടെ മത്സരം വരുന്നത്. എന്തായാലും കൊളംബിയയുമായിട്ടാണ് നാളത്തെ മത്സരം അർജന്റീന കളിക്കുന്നത്. എന്തായാലും അർജന്റീന വിജയം തുടരും എന്ന് തന്നെയാണ് ആരാധകരും നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അർജന്റീനയുടെ ഈ മത്സരം എങ്ങനെ നമുക്ക് ഇന്ത്യയിൽ കാണാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്തായാലും ഇപ്പോൾ അർജന്റീനയും അതുപോലെ തന്നെ കൊളംബിയയും തമ്മിലുള്ള മത്സരം ഇന്ത്യയിൽ എങ്ങനെ കാണാൻ സാധിക്കുമെന്നത് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ടി വിയിൽ നമുക്ക് മത്സരങ്ങൾ കാണാൻ സാധിക്കില്ല എന്നതാണ് ഇവിടെ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ടി വിയിൽ ആരും ഇതുവരെ അർജന്റീനയുടെ മത്സരത്തിന്റെ ടെലികാസ്റ്റ് ഒന്നും ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ഫിഫ വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ മത്സരങ്ങളൊന്നും നമുക്ക് ടി വിയിൽ കാണാൻ സാധിക്കില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. എന്നാൽ മൊബൈലിലേക്ക് എത്തുമ്പോൾ നമുക്ക് മത്സരം വീക്ഷിക്കാനായിട്ട് സാധിക്കും. ഫാൻഗോഡിൻ്റെ ആപ്പിലൂടെയും അതുപോലെ തന്നെ ഫാൻഗോഡിൻ്റെ വെബ്സൈറ്റിലൂടെയും നമുക്ക് എന്തായാലും അർജന്റീനയുടെ അടക്കമുള്ള ടീമുകളുടെ മത്സരങ്ങൾ വീക്ഷിക്കാൻ സാധിക്കുമെന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. എന്തായാലും ഫാൻഗോഡിൽ നമ്മൾ ചെറിയൊരു പേയ്മെൻറ്റ് അടച്ചാൽ മാത്രമേ നമുക്ക് മത്സരം വീക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ചെറിയൊരു പേയ്മെൻ്റ് ആണെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ നാളെ ബ്രസീലും ഇറങ്ങുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ്. എന്തായാലും ബ്രസീലിൻ്റെയും അതുപോലെ തന്നെ അർജന്റീനയുടെയും നാളെ രാവിലെ നടക്കുന്ന മത്സരം നമുക്ക് ഫാൻഗോഡിൻ്റെ ആപ്പിലൂടെയും അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിലും ലഭ്യമാകുമെന്നാണ് നിലവിൽ അറിയുന്നത്. കൂടാതെ സ്പോർട്സ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് മത്സരത്തിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും അപ്പോൾ തന്നെ ലഭിക്കുമെന്നതും ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഫാൻഗോഡ് ആപ്പിൽ പേയ്മെൻറ്റ് അടച്ചാൽ നമുക്ക് മത്സരം വീക്ഷിക്കാനായിട്ട് സാധിക്കും.